ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ള അതലോകം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഡിഫ്രാക്ഷൻ എന്ന S1 ബിടെക്കിലെ ഫിസിക്സ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ദ ഫിനോമിനൺ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദ എഡ്ജസ് ഓഫ് എൻ ഒബ്സ്റ്റക്കിൾ ഓർ എൻക്രോച്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് വിത്തിൻ ദ ജോമെട്രിക്കൽ ഷാഡോ ഈസ് നോൺ ആസ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുമ്പോഴാണ് അത് കുറച്ചും കൂടെ നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇതാണ്, ഈ പോയിൻ്റാണ്. ഫിനോമിനൻ ഓഫ് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി കോസ്ഡ് ബൈ സൂപ്പർപോസിഷൻ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം വേരിയസ് പോയിൻറ്റ്സ് ഓഫ് എ റെസ്ട്രിക്റ്റഡ് വേവ് ഫ്രണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, കാരണം നമുക്കറിയാവുന്ന നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഫിനോമിനൻസാണ് ഡിഫ്രാക്ഷൻ ഇൻ്റർഫറൻസ് ഒക്കെ. ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻസ് കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമുക്കറിയാം ഡിഫ്രാക്ഷനൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് മോർ അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്ത് കമ്പയറബിൾ ആയിരിക്കണം, അതായത് വളരെ കുറവായിരിക്കും, സ്മാളായിരിക്കണം. നമുക്ക് നന്നായിട്ട് നല്ല വിഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ക്ലാസിഫിക്കേഷനാണ്. അതായത് രണ്ട് ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻസ് ഉണ്ട്, ഒന്ന് ഫ്രെനലും ഒന്ന് ഫ്രൈൻഹോഫറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാംസിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് നോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രെനലിൻ്റെ നോട്ടേഷനാണ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കമ്പാരിസൺ പഠിക്കാനുണ്ട്. ഇത് ഫ്രൈൻഹോഫറിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കമ്പാരിസൺ നോക്കാം. ഇൻ ഫ്രെനൽ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സ്ക്രീൻ ഓൺ വിച്ച് ദ പാറ്റേൺ ഈസ് ഒബ്റ്റൈൻഡ് ആർ അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം അപ്പേർച്ചർ കോസിങ് ഡിഫ്രാക്ഷൻ. അതായത് സോഴ്സും സ്ക്രീനും തമ്മിൽ ഫൈനൈറ്റ് ഡിസ്റ്റൻസാണ് ഉണ്ടായിരിക്കുള്ളൂ ഈ ഫ്രെനലിൽ. പക്ഷേ ഫ്രൈൻഹോഫറിലാണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് സെപ്പറേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെനലിൽ സ്ഫെരിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ് ഫോം ചെയ്യുന്നത്. ഫ്രൈൻഹോഫറിലാണെങ്കിൽ പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. അതുപോലെ ഫ്രെനലിൽ നമ്മൾ നേരത്തെ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവിടെ ഫ്രൈൻഹോഫറിൽ രണ്ട് കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടു. രണ്ട് കൺവെർജിങ് ലെൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കൺവെർജിങ് ലെൻസ് ആർ എംപ്ലോയ്ഡ്. അതുപോലെ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസി ആയിരിക്കും ഫ്രൈൻഹോഫറിൻ്റെ കേസിൽ. കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അറേഞ്ച്മെൻറ്റ് സിമ്പിളായിരിക്കും, നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇവിടെ അതുപോലെ അറേഞ്ച്മെൻറ്റ് കോംപ്ലക്സ് ആണ്. പിന്നെ ഫ്രെനലിലാണെങ്കിൽ ലെസ് ആപ്ലിക്കേഷനാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുന്നതിൽ. ഫ്രൈൻഹോഫറിനാണെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഡിസൈനിൽ. ഓക്കെ, പിന്നെ അടുത്ത ഒരു ടേം വരുന്നതാണ് ഗ്രേറ്റിംഗ്. ഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ വെരി ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി നാരോ പാരലൽ സ്ലിറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ഈക്വൽ ഒപാക് സ്പേസസ്. അതായത് ഒരു നാരോ പാരലൽ സ്ലിറ്റാണ്, അതിനെ കുറേ ലാർജ് നമ്പർ ഓഫ് സ്ലിറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതിനെ അറേഞ്ച്മെൻറ്റാണ് ഗ്രേറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ കുറേ അധികം പാരലൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും. ഗ്രേറ്റിംഗ് ഇക്വേഷൻ നമുക്കറിയാം. ഗ്രേറ്റിംഗ് എലമെൻറ്റ് D = A+B ആണ്. A എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ട്രാൻസ്പെറൻറ്റ് റീജിയൻ, B എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഒപാക് റീജിയൻ. ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു ഫിഗർ തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഇക്വേഷൻ നോക്കി വെച്ചോളൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. D sin θ = n λ. പിന്നെ D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/n ആണ്. അത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും, മേലോട്ട് വരും. അപ്പോൾ sin θ = n λ അല്ലെങ്കിൽ D sin θ = n λ. ഈ ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ച് വയ്ക്കുക, അതെങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റിസോൾവിങ് പവറാണ്. റിസോൾവിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ/Δλ അല്ലെങ്കിൽ n0 എന്ന് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ 1/ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനാണ്. ഇപ്പോൾ റിസോൾവിങ് പവർ കുറയുമ്പോൾ റെസൊല്യൂഷൻ കൂടും. റിസോൾവിങ് പവറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ടു ഫോം ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റ് ഇമേജസ് ഓഫ് ടു നിയർ ബൈ പോയിൻറ്റ്സ് ഓഫ് എൻ ഒബ്ജെക്റ്റ്. The ability of an optical instrument to form distinctly separate images of two nearby points of an object. ഇതിനെയാണ് റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് റെയ്ലേസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. റെയ്ലേസ് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ടു ഇമേജസ് ആർ ജസ്റ്റ് റിസോൾവ് ഇഫ് ദ central maximum of intensity curve for one image falls at the first minimum of other image and vice versa. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെഫിനിഷൻസൊക്കെ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻസ് ആണ്. കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് റെയ്ലേസ് ക്രൈറ്റീരിയയുടെ ഒക്കെ. അപ്പോൾ രണ്ട് ഇമേജസ് റിസോൾവ് ആയി എന്ന് പറയുന്നത് എപ്പോഴാണ്, സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി കർവ് ഒരു ഇമേജിൻ്റെ വേറൊരു ഇമേജിൻ്റെ കർവ് തുടങ്ങുന്ന ആ പോയിൻ്റ് ഫസ്റ്റ് മിനിമത്തിലേക്ക് ഫാൾ ചെയ്യുന്നുണ്ടെങ്കിൽ
അതാണ് റെയിലേ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റിസോൾവിംഗ് പവർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് നോക്കി വയ്ക്കുക. N0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ആണ്. അപ്പോൾ ഇൻ ഷോർട്ട് ഇത്രയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസും എക്സാമ്പിൾസൊക്കെ ഉണ്ടായിരിക്കും. ടെസ്റ്റ് നന്നായി വായിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.